അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചന്ദ്രയ്ക്ക് അച്ചുവിനെ എങ്ങനെയെങ്കിലും കെണിയൊരുക്കി ആ വലയിൽ വീഴ്ത്തണം. അതാണ് ചന്ദ്രയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണ് ചന്ദ്ര കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. ആ ശില്പ എന്ന് പറഞ്ഞ കുട്ടിയാണെങ്കിൽ അതിനാണെങ്കിൽ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് താനും. പിന്നീട് അച്ചു പുറത്തേക്ക് പോയിരിക്കുമ്പോൾ ശില്പ വിളിക്കുകയാണ് കേട്ടോ അച്ചുവിനെ വിളിച്ചിട്ട് ചോദിക്കും, സാറേ എവിടെയാണ് സാറേ, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം, എന്നെ അയാൾ ആ വീട്ടിനകത്ത് റൂമിനകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ് സാറേ, എന്നെ ഇപ്പം അയാൾ കൊല്ലും, അതുകൊണ്ട് സാറ് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം പറഞ്ഞിട്ട് അച്ചുവിൻ്റെ ഫോണിലേക്ക് ആ ശില്പ വിളിച്ചിട്ട് കരയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അച്ചു പറയും, എന്താ ഞാനിപ്പോൾ വരാ എന്ന് പറയും. പക്ഷേ അവിടെ പോകുമ്പോൾ ശില്പ റൂമിനകത്തേക്ക് അച്ചുവിനെ പിടിച്ച് കയറ്റിയിട്ട് ആകെ അങ്ങനെ അച്ചുവിനെ അവിടെ പിടിച്ച് നിർത്തുകയാണ്. അങ്ങനെയാണ് ചന്ദ്ര പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതിന് പ്രകാരമാണ് നമ്മുടെ അച്ചു ആണെങ്കിൽ ഒന്നും അറിയാതെ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അതേസമയം അർച്ചനയും വിജയശങ്കറും കൂടിയിട്ട് കേസിൻ്റെ കാര്യത്തിലേക്ക് കോടതിയിലേക്ക് പോകുമ്പോൾ വിജയശങ്കർ അർച്ചനയെ കളിയാക്കിയ പോലെ ചോദിക്കുകയാണ്, എന്താ തലതാത്തിയിട്ടാണല്ലോ മേഡം കേസിന് പോണത് എന്ന് ചോദിക്കും കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചന പറയും, കേസ് തോൽക്കുന്ന ആൾക്കല്ലേ തല താഴ്ത്തേണ്ടുള്ളൂ, കേസ് ജയിക്കുന്ന ആൾക്ക് യാതൊരു താഴ്ത്തേണ്ട ആവശ്യവും ഇല്ല, അതുകൊണ്ട് എനിക്കത് തീരെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അർച്ചന ഇങ്ങനെ വിജയശങ്കറിനെ പറയണ കേട്ടോ. അത് കേൾക്കുമ്പോൾ വിജയശങ്കർ ഇങ്ങനെ ഒരു തലയാട്ടാണ്, നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് തലയാട്ടണ പോലെ അർച്ചനെ ഇങ്ങനെ വെല്ലുവിളിക്കും പോലെയാണ് വിജയശങ്കർ പറയുന്നത്. പക്ഷേ വിജയശങ്കറിനെ അറിയില്ല ഈ ചന്ദ്ര അച്ചുവിനെ പൂട്ടുന്ന കാര്യമൊന്നും വിജയശങ്കറിനെ അറിയില്ല കേട്ടോ. ഏതായാലും നമ്മുടെ അച്ചു അവിടെ പോയിട്ട് ആകെ മൊത്തം അച്ചു അവിടെ പെട്ടുപോവുകയാണ് കേട്ടോ. പിന്നീട് അർച്ചനയായിരിക്കും നമ്മുടെ അച്ചുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവുക. ഏതായാലും ചന്ദ്ര വിരിച്ച വലയിൽ ഏതായാലും അച്ചു വീഴാൻ സാധ്യതയില്ല. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.